സോ ഹായ് ഗായ്സ്, ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. വി പ്ലാൻഡ് ഒരു ലാസ്റ്റ് നോയമ്പാണ് ഇന്ന്, ലാസ്റ്റ് ഫാസ്റ്റിംഗ് ഡേ ആണ്. അപ്പം ഇന്ന് നമുക്ക് ഒരുമിച്ചെടുക്കാം എന്ന് പ്ലാൻ ചെയ്തു. സോ പ്ലാൻ ചെയ്തതിന് ശേഷം കുറച്ച് ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ചാച്ചൻ ഇവിടെ ഞാൻ കസിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞില്ല. അപ്പം ചാച്ചൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് എത്ര മണിക്കൂർ ടിക്കറ്റ് എന്ന് വെച്ചാൽ മിഡ്നൈറ്റ് ഷോ ആണ് ബുക്ക് ചെയ്തത്. 12 മണി തൊട്ട് ഒരു 3 o'clock ആ ഒരു ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ മൂവി കണ്ട് വന്നപ്പോൾ തന്നെ 3:30 3:30 ഞങ്ങൾ വെച്ചു 4:30-5 അകത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ മീൽ എന്ന് പറയുമ്പോൾ മോർണിംഗ് കഴിക്കാനുള്ള മീല് കഴിച്ചിട്ടല്ലേ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പം 3:30 ഞങ്ങളിവിടെ എത്തിയപ്പം തന്നെ 3:45 മൂവി കണ്ടെത്തിയപ്പം തന്നെ. അപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചപ്പോൾ തന്നെ സമയം പോയി. ഞാനൊരു 4:30 എണീച്ചിട്ട് ഇവരെ വിളിച്ചപ്പോൾ ഇവരും എണീച്ചില്ല. ഇവർ നല്ല ടയേർഡായിരുന്നു, അപ്പോൾ ഇവർക്കും എണീക്കാൻ പറ്റിയില്ല. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്ക് കുറച്ച് സാക്രിഫൈസസ് ഒക്കെ ചെയ്യാം. ഒരു എൻജോയബിളായിട്ട് നമുക്ക് ഈവനിങ് നന്നായിട്ട് കഴിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഒന്നും കഴിച്ചില്ല. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഭയങ്കര കുറയ്ക്കല്ലായിരുന്നു അല്ലേ? നമ്മൾ കുറെ കഴിച്ചു. അതുകൊണ്ടാണ് 3 മണിക്കൊക്കെ ആയപ്പോഴല്ലേ തിയേറ്ററിൽ നിന്ന് കഴിച്ചത്. അതുകൊണ്ടായിരിക്കും വിശക്കുന്നില്ല. നുനൂര് വെള്ളം തയ്ക്കുന്നൊക്കെ പറയുന്നേട്ട് എണീച്ചപ്പോൾ നമ്മളറിയാതെ ബാത്റൂമിൽ പോയി കഴിച്ചൊരു വെള്ളം കുടിക്കാതെ മിക്സ്ചർ ഇത് ഇതിനകത്ത് ഇട്ടിട്ടേ കുറച്ചൊന്ന് ഇതിൻ്റെ ഒരു പച്ച ഒരു ക്യാരറ്റിൻ്റെ ഒരു മണമില്ല, അത് മാറി നെയ്യുടെ ഒക്കെ ഒരു മണം വരുന്നവരെ നമ്മളിങ്ങനെ വഴട്ടണം. ബിരിയാണിയിൽ ഈ ഫ്രൈഡ് ഓണിയൻസ് ആണ് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യാറ്. സോ ലെറ്റ്സ് ഫ്രൈ ദിസ് ഓണിയൻ ഗൈസ്. കോക്കനട്ട് ഓയിൽ ആണ്. കുറച്ചു നേരം ചൂട് മാറാൻ വെച്ചു ഗൈസ്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇതാക്കാം. ഇതേപോലെ ഒരു ബോളാക്കി നമുക്ക് ലഡു പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ബോൾസ് ഞങ്ങൾ ഉരുട്ടിയെടുത്തു. ഇനി ഇത് സ്റ്റീം ചെയ്യണം. അപ്പം നമുക്കിതെല്ലാം സ്റ്റീം ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ, നന്നായിട്ട് മിക്സ് ചെയ്തില്ല, ക്രഷ് ചെയ്ത് കേട്ടോ. അത് നമുക്ക് ഈ ചിക്കനിലോട്ടിടാം. എൻ്റെ ഒരു അളവിനാണിത്, എനിക്ക് അറിഞ്ഞൂടെ എന്താണ് അളവെന്ന് തോന്നുന്നു. പക്ഷെ എന്തോ ഞാൻ ഇടുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട്. ഇച്ചിരി ടേമറിക്ക് എപ്പോഴും കുറവേ ഇടാവോ. മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് ഓണിയൻ ഞാൻ ആഡ് ചെയ്യുവേ. ഇത് ഗൈസ്, ഇനി ഇത് നമുക്ക് ഒരു 1 to 2 hours മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഗൈസ് അവര് കിടന്നുറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആ സമയം സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സാൻഡ്വിച്ച് ഓർത്തപ്പോഴാണ് ഞാൻ ഡിഗ്രി ഒന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ആണോ, അത് കുറച്ച് മാസം ആയതുള്ളൂ, എനിക്ക് ഓർമ്മയില്ല. അപ്പം കോളേജിൽ ഫുഡ് ഫെസ്റ്റിവൽ അങ്ങനെ ഒരു പരിപാടി വെച്ചേ. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞിരുന്ന അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സ്റ്റാൾ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സെല്ലായ കാര്യമാണ് സാൻഡ്വിച്ച്. ഞാൻ ഉണ്ടാക്കിയ സാൻഡ്വിച്ച്. അപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നുസ്റ്റ് ഒരിക്കും. ആ സമയങ്ങളിൽ അന്ന് ആരുണ്ടായിരുന്നില്ല, ഞാനാണ് എല്ലാം ഉണ്ടാക്കിയതും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഗണേശാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ, എല്ലാ സ്റ്റോളിലും എല്ലാവർക്കും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മാത്രം, ഞാൻ കുക്ക് ചെയ്യും, അവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ
ഞാൻ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരും, അവൻ അവിടെ വന്നിട്ട് എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ മറ്റേ ക്ലിംഗ് റാപ്പ് ഒക്കെ ചെയ്യാൻ അവൻ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിങ്ങനെ ഞാൻ ഓർത്തു പോയി. അപ്പം ഞാനിപ്പം ക്യാരറ്റും ഒണിയനും വെച്ചിട്ടുണ്ട്. ഇനി മയോയും ഇഷ്ടമുള്ള വെജീസൊക്കെ ഇട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ ഫില്ലിങ് സാൻഡ്വിച്ചിൽ. പിന്നെ കുറച്ച് ലെറ്റസും കൂടെ ആഡ് ചെയ്യാമേ. എൻ്റെ ചിക്കനും കൂടെ ഇടുവാണേ ഈ സാൻഡ്വിച്ച് മിക്സിലോട്ട്. ഇതാണ് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒരു 3 hours ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ചിക്കനാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. പെട്ടെന്ന് നമുക്ക് പ്രഷർ കുക്കറിലൊരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, ഹലോ. അപ്പം ഞാൻ കുളിച്ച് വന്നേ. നമുക്കിനി ഈ ബ്രെഡ് ഉണ്ടല്ലോ ടോസ്റ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട്, അതിനെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഇട്ടിട്ട് ഫില്ലാക്കി എടുക്കണം. അത്രേ ഉള്ളൂ പരിപാടി. സാൻഡ്വിച്ചസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ വെച്ച ബിരിയാണി സക്സസ് ആയി. ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഹലോ. അപ്പം ഇപ്പം ഒരു 6 മണി ആയിട്ടുണ്ട്. നോമ്പ് മുറിക്കുന്നത് 6:30 സംതിങ് ആണെന്ന് തോന്നുന്നു. 6:30 സംതിങ്, ഹാഫ് ആൻ അവർ കൂടെ ഉണ്ട്. വിശപ്പൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അത്ര വിശപ്പായിട്ട് തോന്നില്ല. കാരണം ഞാൻ യൂഷ്വലി ആയാലും വീട്ടിൽ അങ്ങനെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേരം നന്നായിട്ട് കഴിയും, ബാക്കിയെല്ലാ സമയത്തും കഴിക്കാനുള്ള സമയങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്ര ദാഹമുണ്ട്. പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി ചൂടും വെയിലൊക്കെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ഇത് പോയതെന്ന് തോന്നുന്നു. പക്ഷെ ഈ വെയിലത്ത് പിടിക്കുന്ന ആൾക്കാർക്ക് സമ്മതിക്കണം. ഇത്രയും ദിവസം, ഒരു ദിവസമല്ലേ നമ്മൾ പിടിച്ചോളൂ, ഇത്രയും ദിവസം പിടിക്കുന്നവരെയൊക്കെ നല്ല സമ്മതിക്കണം. ഓ ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? ലൈക്ക് ഹാർഡായിരുന്നോ? കൂളായിട്ട് പോയോ? എങ്ങനെയായിരുന്നു? ഇന്നാണ് ലാസ്റ്റത്തെ നോമ്പ്. ഇന്നാണ് ലാസ്റ്റ്. ഇന്നും കൂടെ ഉള്ളൂ ഫാസ്റ്റിംഗ് അല്ലേ? നാളെ വന്നിട്ട് ഈദ. കറക്റ്റ് സമയത്തിനൊന്ന് തീരുമാനിച്ച്, പക്ഷെ ഇന്നും കൂടെ കഴിയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മളെടുത്ത് ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളു. നമുക്ക് മാനേജബിൾ ആയിട്ട്. അതുകൊണ്ട് അത്ര വെള്ളം താഴെ, എന്നാലും വെള്ളം ദാഹമുണ്ട്. വെള്ളം ദാഹമുണ്ട്. പക്ഷെ നല്ല ചൂടുള്ളവർ, ജോലി എടുക്കുന്നവരൊക്കെ, ഓഫീസിൽ പോകുന്നവരൊക്കെ സമ്മതിക്കണം. എൻ്റെ ഒരു കൈ ഇതിലായി പോലെ ഞാൻ ക്ലാപ്പ് തന്നേനെ. സോ അങ്ങ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊഹബത്ത് കാ സർബത്തുണ്ട്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ സാലഡ്, ചിക്കൻ സാലഡ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ട്. ഫാസ്റ്റിംഗ് മുറിക്കാൻ നേരത്ത് കഴിക്കുന്ന ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ. പിന്നെ കട്ട് ഫ്രൂട്ട്സിന് ഒന്ന് വെട്ടുവാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി, അത് മറന്നുപോയി. അതൊക്കെ തന്നെ. പിന്നെ യോഗട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കഴിക്കാൻ. Three minutes more. നമ്മൾ മുറിക്കുന്ന സമയത്ത് ഒരു ഡേറ്റ്സും പിന്നെ വെള്ളവും കുടിച്ച് നമ്മുടെ നോമ്പ് കട്ട് ചെയ്യാം. 38 ചിറ്റാ.